ഓ, നമ്മുടെ ഗലാലിയിൽ നല്ലൊരു ഫുഡ് സ്പോട്ട് എവിടെയാന്ന് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അൽഷഗർ ഹിൽസ്. അവിടുത്തെ റൂസിയും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടുത്തെ മുറ്റത്തൊരു മുല്ലയുണ്ട്, നമുക്ക് ആർക്കും അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് അറിയാം, കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡ് ഇന്നൊന്ന് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതിനുള്ള യാത്രയിലാണ്. നമ്മളിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിന് ചെറിയൊരു സീൻ, അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് നിർത്തി വെച്ചിട്ടുള്ളൂ. കുറേ വീഡിയോയിലൊക്കെ വരെ പരിപാടി കണ്ടിട്ടുണ്ട്, താളത്തിലൊക്കെ കൊട്ടുന്നൊരു ഇരിക്കാനൊക്കെ. അതെല്ലാം കാണണം പോയിട്ട്. നമ്മളവിടെ എത്തിയ ഉടനെ ചായയിൽ പരിപാടി തുടങ്ങി. എൻ്റെ കൂടെ ഷറഫലും ഷമ്മാസും ഉണ്ടായിരുന്നു. പലഹാരങ്ങളൊക്കെ തീരാറായിരുന്നു, കാരണം ഏകദേശം ക്ലോസിംഗ് ടൈമിലായിരുന്നു നമ്മളവിടെ എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ അൽഷഗർ ഗ്രിൽസിന്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഈ കട. നമുക്ക് ഇവിടുത്തെ വിഭവങ്ങൾ കാണാം. ഇത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലാണ്, അതായത് ബീഫ് മൽഗോത്ര എന്ന് പറയും. അത് വേവിച്ച ബീഫിനെ വീണ്ടും ഒരു 5-10 മിനിറ്റ് തവയിലിട്ടിട്ട് ലോ കുക്ക് ചെയ്തെടുക്കും. ഇത് ഇച്ചിരി ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയിരിക്കും സാധനം. അതിൻ്റെ കൂടെ കോംബോ ആയിട്ടാണ് നമുക്ക് ബൺ പൊറോട്ട ഉള്ളത്. പിന്നെ ഇത് നമുക്ക് വ്യാഴാഴ്ച മാത്രം കിട്ടുന്ന ചിക്കൻ തോരനാണ്. ഇത് നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ കാട്ടിലെ കട എന്ന് പറയും, ആ ഏരിയയിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. ഇതും ചോറ് മാത്രം മതി നമുക്ക് കഴിക്കാൻ. സ്പെഷ്യൽ ഫ്രൈ ആണ് ഇത്, നമ്മൾ ഡ്രൈ ആക്കുന്നില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ അങ്ങ് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്തു. ഇതിൽ ചിക്കൻ തോരൻ ഒഴിച്ച് ബാക്കി എല്ലാ വിഭവങ്ങളും എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കും. ചിക്കൻ തോരൻ വ്യാഴാഴ്ച രാത്രി മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവും. വ്യാഴാഴ്ച മാത്രം കിട്ടുന്ന ചിക്കൻ തോരൻ കുറച്ച് വെറൈറ്റി. അതിനിടയിൽ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഓർഡർ ചെയ്തു. സത്യം പറയാലോ, നല്ല മസാലയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ തണുത്ത ചിക്കൻ ആയതുകൊണ്ട് ഒട്ടും കഴിക്കാൻ രസം ഉണ്ടായിട്ടില്ല. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തിരുന്നു. വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ ചൂടുണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ ഈ ഐറ്റം. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം, നമ്മളെ കാക്ക താളത്തിൽ കൊത്തിയുണ്ടാക്കിയ കൊത്തു പൊറോട്ട. നമുക്ക് ആ താളം ഒന്ന് കേൾക്കാം. നിങ്ങളിപ്പോ കേട്ട താളമില്ലേ, അതിൽ നിന്നും വന്ന പൊറോട്ട, കൊത്തു പൊറോട്ട കഴിക്കട്ടെട്ടാ. ഓ, ചിക്കൻ ഡ്രൈ സെറ്റാ. കൊത്തു പൊറോട്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ, നിങ്ങൾ എന്തായാലും വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇവിടെ ഡൈനിങ് ഇല്ല, ചെറിയൊരു ടേബിളും സെറ്റപ്പും മാത്രമേ ഉള്ളൂ. കൂടുതൽ ആൾക്കാരും ഡെലിവറിയും ടേക്ക് അവേയും പിന്നെ ഇതേപോലെ കാറുകളിലൊക്കെ വന്ന് പുറത്തിരുന്ന് കഴിക്കുന്നവരുണ്ട്. ഡെലിവറി വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. ഇതാണ് ഇവിടുത്തെ വിഭവങ്ങൾ. എനിക്ക് എല്ലാത്തിനും നോർമൽ പ്രൈസ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് റാഹത്തായിട്ട് തിരിച്ചു പോവാണ്. അവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈസും നമുക്ക് പറ്റിയ പ്രൈസാണ്. പിന്നെ മെയിനായിട്ട് അവിടെ പാർസൽ ാണ്. സിറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ കാറിലോ ഇരുന്ന് കഴിക്കുന്നവരുണ്ട്, പാർസൽ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെലിവറി ഉണ്ട്. നമ്മളും വാങ്ങി കുറച്ച് പാർസൽ. അപ്പോൾ ശരിയെന്നാ നമ്മൾ പോകുന്നത്.